അല്ലാഹ് എന്ന് പറയപ്പെട്ടാൽ ഹൃദയം തുടിക്കുക മാത്രമല്ല, വിശുദ്ധമായ ഖുർആനിലെ വചനങ്ങൾ അവന്റെ അരികിലേക്ക് ഓതപ്പെട്ട് കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹ് സാദതുഹും ഈമാനാ, അവരുടെ വിശ്വാസം കൂടുതൽ അധികരിക്കുന്നതാകുമേ എന്ന് വിശുദ്ധമായ ഖുർആൻ. ഈമാനിന്റെ പ്രഭാപൂരണം ഹൃദയത്തിലേക്ക് കടന്നു വരട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് മാതൃകയല്ലേ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായിയായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, ഇബ്നു മസ്ഊദേ, എനിക്ക് നീ ഒന്ന് ഖുർആൻ ഒന്ന് ഓതിത്തരണേ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് വഖദ് ഉൻസില ഇലൈക്കൽ ഖുർആൻ, തങ്ങൾക്കല്ലേ വിശുദ്ധമായ ഖുർആൻ അല്ലാഹു അവതരിപ്പിച്ചത്? ആ ഖുർആൻ ഞാൻ ഓതിത്തരുന്നാണോ തങ്ങൾ പറയുന്നത്? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഇബ്നു മസ്ഊദേ, ഞാനല്ലാത്ത മറ്റൊരാളിൽ നിന്ന് ഈ ഖുർആനിക വചനങ്ങളെ ഓതി കേൾക്കുന്നതിന് ഞാൻ ഇഷ്ടപ്പെടുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാമിലായ ഈമാനുള്ള വ്യക്തിത്വമല്ലേ? ഹബീബായ നബി തങ്ങൾ ഓതാൻ വേണ്ടി നിർദ്ദേശിക്കുകയാ. അനുയായിയായ സ്വഹാബിയായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖുർആൻ എടുക്കുകയാണ്, പാരായണം ചെയ്യുകയാണ്. പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൻ നിസായിലെ പവിത്രമായ ആയത്തുകൾ ഓരോന്ന് തുടക്കം മുതൽ ഓതി ഓതി വരുകയാണ്. സുബ്ഹാനല്ലാഹ്, 41ാമത്തെ ആയത്തിലേക്ക് എത്തിയപ്പോ ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരു കരച്ചിൽ ഞാൻ കേൾക്കുകയാണ്, ഒരു വല്ലാത്തൊരു കരച്ചിൽ ഞാൻ കേൾക്കുകയാണ്. നോക്കുമ്പോൾ എന്റെ ഹബീബ് കരയുകയാ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിങ്ങിപ്പൊട്ടി കരയുകയാണ്. പരിശുദ്ധമായ ഖുർആനിക ആയത്തുകൾ കേട്ടിട്ട് അതിന്റെ അർത്ഥതലങ്ങൾ ചിന്തിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ കരയുകയാണ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, വിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ബഖറ നിങ്ങൾ വീട്ടിൽ പാരായണം ചെയ്യണേ. ലാ തജഅലൂ ബുയൂതകും മഖാബിറ, നിങ്ങളുടെ വീടുകളെ ഒരിക്കലും നിങ്ങൾ ശ്മശാനമാക്കരുതേ, ഖബർ പോലെ മുഖമാക്കരുതേ. ഖബർസ്ഥാനിലേക്ക് പോയാൽ നിങ്ങൾ സലാം പറയുന്നത് അവർ കേൾക്കുന്നുണ്ടെങ്കിൽ കൂടി ആ ഖബർ ശ്മശാനം നിങ്ങൾക്ക് മുഖമായിട്ടാണ് കാണപ്പെടുന്നത്. തിരിച്ചൊരു ശബ്ദ കോലാഹലങ്ങൾ നിങ്ങൾ കേൾക്കുന്നില്ല. അത് കേൾക്കാനുള്ള കാതോ ശേഷിയോ നമുക്കില്ല എന്നുള്ളത് മറ്റൊരു